മിഷനറി വിമാനം റാഞ്ചിയ അക്രമിയോട് സുവിശേഷം പങ്കുവച്ച് മനസ്സുമാറ്റിയ പൈലറ്റ് ജിം കഴിഞ്ഞ ഡിസംബറിൽ ദക്ഷിണ സുഡാൻ മുകളിലൂടെ റാഞ്ചിയെടുത്ത സമാരിറ്റൻ പർസ് മിഷനറി വിമാനത്തിന്റെ പൈലറ്റ് തന്റെ വിമാനം റാഞ്ചിയ മനുഷ്യനോട് സുവിശേഷം പങ്കുവച്ച നിമിഷം വിവരിക്കുന്നു. ജിം സ്ട്രീറ്റ് തന്റെ സ്റ്റാഫ് അംഗം ബെന്നിനോടൊപ്പം മരുന്നുകൾ വിതരണം ചെയ്യുകയായിരുന്നു. പറക്കലിനിടെ വിമാനത്തിന്റെ പിന്നിൽ നിന്ന് മുഖം മൂടി ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ആയുധാരിയായ അയാൾ ഷാഡിലേക്ക് പറത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ വിമാനത്തിന് അവിടെ ഒരു റൺവേയിലെത്താൻ ആവശ്യമായ ഇന്ധനമുണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ആ നിർണായക നിമിഷത്തെക്കുറിച്ച് ഓൺ ദ ഹൗണ്ട് വിത്ത് സമാരിറ്റൻ പർസിനോട് വിവരിച്ചു. അയാൾ ഒരു തോക്ക് ഉയർത്തി വെടിയുണ്ടകളുടെ 13 റൗണ്ട് നിറച്ചിട്ടുണ്ടെന്ന് എന്നെ കാണിച്ചു. അത് തോക്കിലേക്ക് ഇടുന്ന ട്രിഗറിൽ വിരൽ വച്ചുണ്ടോ തോക്ക് ഉയർത്തി എന്റെ മുഖത്തേക്ക് ചൂണ്ടുന്നു. എന്നെ അവിവാനമേ കൊള്ളാമോടി അവസരം, ബെന്നിയെയും കൊല്ലെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ തന്നെ സ്ട്രീറ്റ് ദൈവത്തോട് സംസാരിച്ചു. താൻ ഹൈജാക്കറോട് തന്റെ കുടുംബം എവിടെയാണെന്ന് ചോദിച്ചു. അയാൾ മറുപടി നൽകി, അവരെല്ലാം മരിച്ചുപോയി. മുഖം മൂടി അഴിച്ചുമാറ്റി ഹൈജാക്കർ കരയാൻ തുടങ്ങി. സ്ട്രീറ്റ് യോഹന്നാൻ 3:13 വാക്യം അയാളുമായി പങ്കുവച്ചു. സുവിശേഷം പറഞ്ഞ് ഒടുവിൽ സ്ട്രീറ്റ് വിമാനം ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനമായ മൈറൂട്ടിൽ നിന്ന് ഏകദേശം 400 മൈൽ 651 കിലോമീറ്റർ അകലെ വൗവിൽ ലാൻഡ് ചെയ്തു. ഫ്രാങ്ക്ലിൻ ഗ്രഹാം നേതൃത്വം നൽകുന്ന സാമാരിറ്റൻ പർസ് അന്താരാഷ്ട്ര സുവിശേഷ മിഷനറി സംഘടനയുടെ വേൾഡ് മെഡിക്കൽ മിഷന്റെ ഭാഗമായ 30-ലധികം രാജ്യങ്ങളിൽ സേവനം ചെയ്തു വരുന്നു.